ഈ രക്ഷാദൗത്യം അതീവ ദുഷ്കരമായി മുന്നോട്ട് പോകുമ്പോഴും സൈന്യത്തിൻ്റെ ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങോട്ടേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഏറെ സാഹസികമായി തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് കുറച്ച് ഓഫ് റോഡ് ഡ്രൈവർമാർ അവരെങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഡ്രോൺ മുഖേന ഭക്ഷണം എത്തിച്ചതെന്ന് കണ്ടതാണ്. അതുപോലെ ആ ദൃശ്യങ്ങളാണിത്. അവർ അത്തരത്തിൽ വാഹനങ്ങൾ സജ്ജീകരിച്ചതുകൊണ്ട് നമ്മളൊക്കെ ഒരുപക്ഷെ ക്രൈസ് അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞെടുത്ത് അവരുടെ ആ ഭ്രാന്ത് ഇന്നൊരു ജനത്തിന് മുഴുവൻ നന്മയായി ഭവിക്കുന്ന കാഴ്ചകളാണ്. ഡ്രോണിൽ മുണ്ടക്കൈയിലേക്ക് ഭക്ഷണ പാക്കറ്റുകൾ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതൊക്കെ നിലയിൽ സാങ്കേതികവിദ്യയെ ഏതൊക്കെ നിലയിൽ മനുഷ്യൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കാം, മനുഷ്യൻ്റെ പ്രയത്നത്തെ എത്രമാത്രം നമ്മുടെ സഹജീവികളുടെ നന്മയ്ക്കായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് കാണുന്നത്. മുണ്ടക്കൈയിലേക്ക് അവിടെ ഉള്ള മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഡ്രോണിലൂടെ ഭക്ഷണം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നേരത്തെ കേൾട്ടൻ എന്ന ഒരു കൂട്ടായ്മ, അവർ ഈ ഓഫ് റോഡ് സംഘങ്ങളുടെ ഓഫ് റോഡിൽ വളരെ താല്പര്യമുള്ള യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ വാഹനങ്ങളാണ് ഈ ദുഷ്കരമായ ഇടങ്ങളിൽ ഗതാഗതത്തിന് ഏറെ പ്രയോജനപ്പെടുകയും ചെയ്തത്. കളക്ടറുടെയൊക്കെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർ ഒപ്പം തന്നെ സ്വയം സന്നദ്ധരായി തന്നെ അവരങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ആളുകളെ കൊണ്ടുപോകാനും ഇതുപോലെ ഭക്ഷണം എത്തിക്കാനും ഒക്കെ ആ യുവാക്കളുടെ സേവനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നത് ഏറെ ആശ്വാസം പകരുന്ന കാഴ്ചകളാണ് ഈ ദുരന്ത ഇടത്തു നിന്ന് പോലും.